ഇന്ന് മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. ഇന്ത്യയിൽ ക്ഷയരോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയാണ് ക്ഷയരോഗത്തിന് കാരണമാകുന്നത്. 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വിട്ടുമാറാത്ത ചുമ, രാത്രിയിലുണ്ടാകുന്ന പനി, വിശപ്പില്ലായ്മ, ശരീരഭാരം പെട്ടെന്ന് കുറയുക എന്നിവ ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇവയിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ക്ഷയരോഗ നിർണയ ടെസ്റ്റുകൾ നിങ്ങൾ എടുക്കേണ്ടതാണ്. ഏർലി ഡയഗ്നോസിസ്, പെട്ടെന്നുള്ള രോഗനിർണയവും റെഗുലർ ആയിട്ട് ഡോട്ട്സ് മെഡിസിൻ എടുക്കുന്നതും വഴി രോഗം പൂർണ്ണമായി മാറുന്നതാണ്. ക്ഷയരോഗം കൂടുതലായി ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നതെങ്കിലും നട്ടലിനെയും വൃക്കകളെയും തലച്ചോറിനെയും വരെ ബാധിക്കാൻ സാധ്യതയുള്ള മഹാരോഗം തന്നെയാണ് ക്ഷയരോഗം. ആയുർവേദത്തിൽ ക്ഷയരോഗത്തെ രാജയക്ഷ്മാവ് എന്ന രോഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യക്ഷ്മ എന്ന വാക്കിന് അർത്ഥം രോഗം എന്നാണ്. രാജയക്ഷ്മാവ് എന്ന് വെച്ചാൽ രോഗങ്ങളുടെ രാജാവ്. കുറേ സിംറ്റംസ് കൂടി ചേർന്ന് വരുന്ന ഒരു രോഗമാണ് രാജയക്ഷ്മാവ്. ക്ഷയരോഗ ദിനത്തിൽ നമുക്ക് ക്ഷയരോഗത്തെ തുടച്ചു നീക്കാം എന്ന ലക്ഷ്യത്തിലേക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആയുർവേദ ജീവിതശൈലികൾ നമുക്ക് കൂട്ടുപിടിക്കാം. കൂടുതൽ അറിയാൻ ബന്ധപ്പെടുക രക്ഷ ആയുർവേദ, പത്തനാട്, കാക്കൽപ്പടി.